السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഒരു തുള്ളി വെളിച്ചം വാട്സപ്പ് പ്രോഗ്രാമിലെ പ്രിയ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. റജബ് മാസ വിശേഷങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ ചർച്ച. വിഷയം വളരെ വിശാലമാണ്. എന്നിരുന്നാലും അല്പം ചില കാര്യങ്ങൾ പറയാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവർത്തികളിലും മഹത്തുക്കളായ പണ്ഡിത മഹാന്മാരുടെ വാക്യങ്ങളിലും പരിശുദ്ധ റജബിൻ്റെ മഹത്വം ഒട്ടേറെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുമ്പ് കാലം മുതൽക്കു തന്നെ മുസ്ലിം ലോകം റജബ് മാസത്തെ അതർഹിക്കും വിധം ആദരിച്ചുകൊണ്ടിരുന്നു. റജബ് മാസത്തിൽ പ്രത്യേകം മുസ്ലിം അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളും കർമ്മങ്ങളും നമുക്ക് ചർച്ച ചെയ്തു നോക്കാം. റജബ് എന്നാൽ ഭയം എന്ന് അർത്ഥമുണ്ട്. പ്രസ്തുത നാമകരണം ചെയ്ത സമയത്ത് വെള്ളം റവായതിനാൽ വെള്ളം വറ്റി ബുദ്ധിമുട്ട് അനുഭവപ്പെടുമോ എന്ന പേടി അറബികൾക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ പേര് നൽകിയത്. ഈ റജബ് എന്ന പേര് വരാൻ മറ്റു പല കാരണങ്ങളുമുണ്ട്. അതേപോലെ അസമ്മ്, അസബ്, മുതഹർ എന്നൊക്കെ പേര് പറഞ്ഞവരുമുണ്ട്. റജബ് എന്ന പദത്തിൻ്റെ ആദ്യാക്ഷരം അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്കും നടുവിലെ അക്ഷരം അവൻ്റെ ധർമ്മത്തിലേക്കും ജീം ജൂദ്, അവസാന അക്ഷരം അവൻ്റെ ഗുണത്തിലേക്കും സൂചനയാണെന്ന് മഹത്തുക്കൾ വിവരിക്കുന്നു. ഇനി ഹദീസുകളിലേക്ക് നമുക്ക് ചെന്നു നോക്കാം. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, റജബ് അള്ളാഹുവിൻ്റെ മാസവും ഷഅബാൻ എൻ്റെ മാസവും റമദാൻ എൻ്റെ സമുദായത്തിൻ്റെ മാസവുമാണ്. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിലൊരു നദിയുണ്ട്, റജബ് എന്നാണ് അതിൻ്റെ നാമം. പാലിനേക്കാൾ വെളുപ്പും തേനിനേക്കാൾ മധുരമുള്ള പാനീയം ആരെങ്കിലും റജബ് മാസത്തിൽ നോമ്പനുഷ്ഠിച്ചാൽ പ്രസ്തുത നദിയിൽ നിന്ന് അള്ളാഹു അവനു വെള്ളം നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, റജബ് എൻ്റെ സമുദായത്തിൻ്റെ മാസമാണ്. എൻ്റെ സമുദായത്തിനു മറ്റു സമുദായത്തേക്കാൾ ഉള്ള ശ്രേഷ്ഠത പോലെയാണു മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് റജബിൻ്റെ മഹത്വം. റജബിൽ നോമ്പനുഷ്ഠിച്ചവർ മാത്രമേ അതിൽ പ്രവേശിക്കുകയുള്ളൂ. ബഹുമാനപ്പെട്ട അഷ്ശൈഖ് അബ്ദുറഹ്മാൻ സുഫൂരി റളിയല്ലാഹു അൻഹു പറയുന്നു, റജബ് മാസം സൽക്കർമ്മങ്ങളുടെ വിത്ത് കുഴിച്ചു മൂടേണ്ട മാസവും ഷഅബാൻ ആ വിത്തിന് വെള്ളം നൽകേണ്ട മാസവും റമദാൻ കൃഷി കൊയ്തെടുക്കാനുള്ള മാസവുമാണ്. റജബിൽ വിത്ത് കുഴിച്ചു മൂടാതെ ഷഅബാനിൽ വെള്ളം നൽകാതെ എങ്ങനെയാണ് റമദാനിൽ റഹ്മത്താകുന്ന കൃഷി കൊയ്തെടുക്കാൻ സാധിക്കുക? റജബ് ശാരീരിക ശുദ്ധീകരണത്തിൻ്റെയും ഷഅബാൻ ഹൃദയ ശുദ്ധീകരണത്തിൻ്റെയും റമദാൻ ആത്മീയ ശുദ്ധീകരണത്തിൻ്റെയും മാസമാണ്. ഇത് നുസ്ഹത്തുൽ മജാലിസിൽ വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നതാണ്. ഇനി റജബിൽ നാം ചെയ്യേണ്ട കർമ്മങ്ങൾ. റജബ് മാസത്തിൽ നോമ്പനുഷ്ഠിക്കൽ സുന്നത്തുണ്ട്. ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറയുന്നു, റജബ് മാസം പൂർണ്ണമായി നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണ്. ഫതാവൽ കുബ്ര 2-ാം വാള്യം 68-ാം പേജിൽ ഇത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. റജബ് മാസം 27-ന് അതായത് മിഅ്റാജ് ദിനം നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണെന്ന് കർമ്മശാസ്ത്ര പണ്ഡിതർ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. മിഅ്റാജ് ദിനത്തിലെ നോമ്പിന്റെ മഹത്വം വ്യക്തമാക്കുന്ന ഹദീസ് ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹു തന്റെ വിശ്വവിഖ്യാതമായ ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും റജബ് 27-ന് നോമ്പനുഷ്ഠിച്ചാൽ 60 മാസത്തെ നോമ്പിന്റെ പ്രതിഫലം അള്ളാഹു അവന് നൽകും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അബൂ മൂസ മദീനി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി റജബ് മാസത്തിലെ പ്രാർത്ഥനയെ സംബന്ധിച്ച് അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റജബ് മാസം സമാഗതമായാൽ
അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബ വ ശഅബാന വബല്ലിഗ്നാ റമളാൻ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹുവിന്റെ അദ്ദഅവത്തുൽ കബീറിൽ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ പ്രാർത്ഥനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടതുപോലെ പ്രാർത്ഥിക്കലാണ് അഭികാമ്യം. ബല്ലിഗ്നാ റമളാൻ എന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. ഷഹ്റു റമളാൻ എന്ന് വന്നത് കാണുന്നില്ല. മാത്രമല്ല മറ്റൊരു റിപ്പോർട്ടും സ്വഹീഹായി വന്നിട്ടില്ലെന്ന പ്രമുഖ ഹദീസ് പണ്ഡിതൻ അബൂ ഇസ്മായിൽ റളിയല്ലാഹു തആല അൻഹു പ്രസ്താവിച്ചിട്ടുണ്ട്. പുണ്യ ദിനരാത്രങ്ങളിൽ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ദീർഘായുസ്സിനു വേണ്ടി പ്രാർത്ഥിക്കൽ സുന്നത്താണെന്നു ഈ ഹദീസ് ഉദ്ധരിച്ച് പണ്ഡിതർ വിശദീകരിച്ചിട്ടുണ്ട്. റമളാനിലേക്ക് ഞങ്ങളെ എത്തിക്കണേ എന്നാണല്ലോ ഈ പ്രാർത്ഥനയിലെ അവസാനത്തിലുള്ളത്. പ്രസ്തുത പ്രാർത്ഥനയ്ക്ക് ശേഷം പലരും ദുആ ചെയ്യുന്നത് വഫിഖ്നാ ലിസ്സിയാമി എന്ന വാക്യം ഹദീസിൽ വന്നതായി കണ്ടിട്ടില്ല. റജബ് എന്ന പദം ഇതിനെ സംബന്ധിച്ച് വളരെയേറെ കിതാബുകളിൽ വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ അല്ലാഹുമ്മ ബാരിക് ലനാ എന്ന പ്രാർത്ഥന ശഅബാൻ മാസത്തിൽ പ്രാർത്ഥിക്കുകയാണെങ്കിലും ഫീ റജബിൻ എന്ന പദം ഉപേക്ഷിക്കേണ്ടതില്ല. ഉപേക്ഷിക്കണമെന്നതിനു രേഖയുമില്ല. അതേസമയം ഹദീസിൽ വന്നത് അതേപടി കൊണ്ടുവരണമെന്നു ഇമാമുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. തുഹ്ഫ 2-ാം വാള്യം 66-ാം പേജിൽ നോക്കിയാൽ പ്രത്യേകം കാണാൻ കഴിയുന്നതാണ്. ചുരുക്കത്തിൽ ഈ പറയപ്പെട്ട ദുആകൾ എപ്പോൾ ദുആ ചെയ്യുകയാണെങ്കിലും ഹദീസിൽ വന്ന പദത്തിനോട് പിൻപറ്റലാണ് ഏറ്റവും നല്ലത്. ശഅബാൻ മാസത്തിൽ കഴിഞ്ഞ റജബിൽ ബറക്കത്ത് നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നതിൽ അർത്ഥശൂന്യത ഒന്നുമില്ല. എന്തുകൊണ്ടെന്നാൽ റജബിൽ തുടങ്ങിവെച്ചതിൽ ബറക്കത്ത് നൽകണമേ എന്നോ മറ്റോ ആ അർത്ഥത്തിൽ നമുക്ക് അതിനെ ഉദ്ദേശിക്കാവുന്നതാണ്. റജബ് മാസം പിറക്കലോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പതിവായി ദുആ ചെയ്തിരുന്ന ദുആ ആയിരുന്നു മുകളിൽ പറഞ്ഞ ദുആ. നാമും പതിവാക്കുക. റജബ് 27-ാം രാവിൽ ഭക്ഷണ വിഭവങ്ങൾ ഒരുക്കി വീട്ടുകാരെയും കുട്ടികളെയും സന്തോഷിപ്പിക്കുന്ന പതിവ് പലയിടത്തുമുണ്ട്. ഇത് നല്ല ആചാരമാണ്. ഇത് ബിദ്അത്തായി കാണാൻ സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് ചെയ്യാനും പ്രാവർത്തികമാക്കാനും തൗഫീഖ് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി